രാവിലെ തന്നെ ഉറക്കമൊഴിച്ച് കാണുന്നത് ഇങ്ങനെ ഈ ഒരു കോലത്തിലാണ്. അത് കഴിഞ്ഞ് ഞാനും ഗുണ്ടും കൂടി അഴിച്ച് അമ്മയെ കാണാൻ പോയി. താഴെ അവൻ്റെ അമ്മയും എൻ്റെ അമ്മയും ക്രിസ്മസ് ആയിട്ട് കാണാൻ പോയതാണ്. അപ്പോൾ ഒരു പ്ലം കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛയില്ല, സഹോദരനും അമ്മയേ ഉള്ളൂ. അല്ലാതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്, മുറിച്ചില്ല. അത് ഒരുമിച്ച് മുറിക്കാമെന്ന് കരുതി. അച്ഛനില്ല ഇന്ന്, അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പം സെക്യൂരിറ്റി ആയിട്ടാണ്. അപ്പം അച്ഛൻ നാളെ വരുള്ളൂ. അപ്പം നാളെ മുറിക്കാമെന്ന് കരുതി. രാവിലെ കുളിച്ചാ? എൻ്റെ പൊന്നേ, നനഞ്ഞിരിക്കുകയല്ലേ. ആ ഗുണ്ട് ആമിയെ എന്നെ കുളിപ്പിച്ചാടാ. അപ്പോ വിറക്കണിരുന്നു. അതാണ്ട് എല്ലടോ നനച്ച് തുടച്ചു കൊടുത്താ തോർത്ത് വെച്ചൊക്കെ. അയ്യോ വിറക്കണേ. കിടന്നവിടെ രാവിലെ കുളിപ്പിക്കണ്ടായിരുന്നു എൻ്റെ പിള്ളേ, പാവം. ഞാൻ ഉച്ച വെയിലത്തെ കുളിപ്പിക്കും. ഓഹോ, അതിന് ക്രിസ്മസിന് വേണ്ടിയാ കുളിപ്പിച്ചത്. എന്നെ ശുണ്ടരിയാക്കിയത് ക്രിസ്മസ് ആയോണ്ടന്ന് കേട്ടാ. എൻ്റെ പൊന്നെ, എൻ്റെ ശുണ്ടരി, എൻ്റെ പൊന്നുമോനെ. കഴുത്തിങ്ങനെ പൊക്കി കാണിച്ചു വേണം അവിടേക്ക് ഇങ്ങനെ തടവി കൊടുക്കാൻ. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഗുണ്ടും ആയതുകൊണ്ട് അവൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടാ ഒത്തി കാണിച്ചു വരുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. രാവിലെ പിന്നെ അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് ചേട്ടൻ്റെ വീട്ടിലാണ് പോയത്. അവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി. അപ്പോൾ മണ്ഡല പൂജയുടെ ഉത്സവമാണ്, അയ്യപ്പ ക്ഷേത്രം. പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നലെ തന്നെ ചേട്ടൻ്റെ അനിയനും അമ്മയ്ക്കും പിന്നെ അനിയത്തിക്കൊക്കെ കേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ മുറിക്കാതെ ഞങ്ങളെയും കാത്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു മുറിച്ചത്. ഞങ്ങൾ ക്രിസ്മസായിട്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇതുവരെ ഇല്ല. കാരണം അവിടെ എല്ലാ വർഷവും മണ്ഡലപൂജ എന്ന് പറയുമ്പോൾ ക്രിസ്മസിൻ്റെ അടുപ്പിച്ചായിരിക്കുമല്ലോ. അപ്പോൾ വ്രതവും അതുപോലെ അവിടെ ആയിരിക്കും, ചേട്ടൻ്റെ വീട്ടിലായിരിക്കും. ലീവൊക്കെ ആയതുകൊണ്ട് കുട്ടികളും ഞാനും ഒക്കെ ആയിട്ട് അവിടെ പോവും. പക്ഷേ ഇപ്പം ഗുണ്ടു ഉള്ളത് കൊണ്ടും പിന്നെ അങ്ങനെ അവിടെ ചെന്ന് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 2-3 ദിവസം ആ ഉത്സവ സമയത്ത് ചേട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഗുണ്ടു ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഞാൻ അങ്ങനെ പോയി നിൽക്കില്ല. പോവും വരും, വൈകുന്നേരം വരെ ഒരു 6-7 മണി വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയൊക്കെ ചേർന്നൊരു സിനിമയൊക്കെ കണ്ട് ക്രിസ്മസ് അങ്ങനെയൊക്കെ ആഘോഷിച്ചു. പിന്നെ ചേട്ടൻ്റെ അനിയത്തിയും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പം അനിയത്തിയുടെ മകനാണെങ്കിൽ പനിയായിരുന്നു, അതുകൊണ്ട് അവൻ ഇല്ല. പിന്നെ മോളുണ്ട്, ചേട്ടൻ്റെ അനിയത്തിയുടെ മോള്, അവളും വന്നിട്ടില്ല. അവൾ നേഴ്സാണ്, ഇപ്പം വന്നിട്ടില്ല. അവൾക്ക് ലീവ് കിട്ടിയില്ല. ബാക്കി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ചേട്ടൻ്റെ അനിയത്തി. അപ്പം ഒരു ചക്ക 200, ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ അടത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കളിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ് നീ വന്നിട്ടേ അറുക്കത്തുള്ളൂ, വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും മടി അറുത്ത് കഴിക്കാനായിട്ട്. അങ്ങനെ ചേച്ചിയാണ് അറുത്ത് തന്നത് ഞങ്ങൾക്കൊക്കെ, കേക്കിൻ്റെ കൂടെ തന്നെ ഒരു ചക്കയും. പിന്നെ ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടി എല്ലാ വർഷവും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ക്രിസ്മസ് സമയത്ത് ഇവിടെ ആയിരിക്കും. കോവിലിലെ സദ്യയും വ്രതമൊക്കെയാണ്. മീനും ഇറച്ചി മുട്ട അങ്ങനെയൊന്നും ക്രിസ്മസ് സമയത്ത് നമുക്ക് ഇത്രയും വർഷം, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം ഇത്രയും വർഷമായിട്ട് നമ്മളിവിടെ ക്ഷേത്ര ഉത്സവമായതുകൊണ്ട് ആരും മീനും ഇറച്ചി മുട്ട ഇതൊന്നും വാങ്ങാറില്ല. കാരണം അവിടുത്തെ ക്ഷേത്രത്തിൽ പോയി തന്നെയാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഒന്നും വീട്ടിൽ വെക്കാറില്ല. പിന്നെ പോയിട്ട് വന്നുള്ള ഗുണ്ടുവിൻ്റെ അവസ്ഥയാണിത്. ദേഷ്യം വരുന്നുണ്ട് അവന്. നമ്മള് ക്ഷേത്രത്തിൽ പോയതാണ്. മതി മതി, ഞാൻ മിണ്ടൂലെങ്കിൽ എന്നെ കഴിക്കണോണ്ട് മിണ്ടൂല. കതുവാടെ അമ്മ. അമ്മ കതുവാടാ. കതു അടച്ചില്ലേ അമ്മല്ലോ? ചോറുണ്ടോ? പിന്നെ അവന് ഞാൻ പെട്ടെന്ന് ഗേറ്റടയ്ക്കാൻ പറഞ്ഞത് അവനെ അടിച്ചു വിടണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ കട്ടിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ അവന് പോയതിൻ്റെ പരിവമൊക്കെ അവൻ്റെ മുഖത്ത് കാണാം, കണ്ടാലറിയാം ഇങ്ങനെ വന്ന് വിഷമം. പിന്നെ ഞാൻ അവനെയും കൊണ്ട് പുറത്തൊക്കെ പോയി കുറേ നേരം ഞാനും അവനും അങ്ങനെ നടന്നു.
ഫുള്ള് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലുള്ള ഫുഡ്, കേക്ക്, ചക്ക, പിന്നെ ചായ, അത് ഇതെന്നും പറഞ്ഞ് വൈകുന്നേരം ഒരു 6-7 മണി വരെ ഫുള്ള് കഴിക്കലായിരുന്നു. അങ്ങനെ അതിൻ്റെ ക്ഷീണമെല്ലാം ഞാൻ ഗുണ്ടുവിനെയും കൊണ്ട് നടന്നു തീർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1/4-3 മണിക്കൂറോളം. ഇത് കാണണം നിങ്ങൾ. ഞാൻ കുഞ്ഞു അവിടെ ഉണ്ട്. അതിന്റെ താഴെ വന്ന് കാണിക്കണത് അറിഞ്ഞിരുന്നില്ല സ്നേഹത്തോടെ വന്നിരുന്നു അമ്മ കാല് ചെയ്തോണ്ടിരുന്നേന്ന്. എന്ത് സന്തോഷത്തോടെ കടിച്ചോണ്ടിരിക്കണമെന്ന് അറിയാമോ? കിടന്നും ഇരുന്നും ഒക്കെ അവൻ ഇവിടെ വൃത്തിയേടാക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അവനെ വീട്ടിൽ കയറ്റി കിടത്തണം. ഇതെന്തിരി ഇവിടെയൊക്കെ? ഇതെന്തിരി ഇവിടെയൊക്കെ? എന്തിരിത്? എന്തിരിത്? ഇതെന്തിരിത്? എന്തിരിത്? കണ്ട എന്തിരിത്? ഇതെന്തിരിടോ? ഇതെന്തിരിടോ? എന്തിടാ? എന്തിടാ? എവിടെ കിട്ടിയടാ? എവിടെന്നെങ്കിലും അഴുക്ക സാധനം ഒന്നുള്ളിൽ പറക്കി വരും. അല്ലേ ചേച്ചി ഇനി വിട്, ഇനി കൈ വിട്ടോ. വാരി ഇട്ടോണം നീ കേട്ടല്ല. നിനക്ക് കൈ ട്രെൻഡിനോടത്ത് അച്ഛൻ. അപ്പുറം ഇതൊക്കെ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എന്തായാലും ഇടുന്നല്ലോ, ലോങ് വീഡിയോ ആയിട്ട് ഇടുമ്പം നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൂടി അങ്ങ് ഇടാം. അവൻ്റെ ഈ കുസൃതിയും കുന്നായ്മയൊക്കെ ഒന്ന് നിങ്ങളും കാണണമല്ലോ. എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടിട്ട് ഇതൊക്കെയാണ് ഇവൻ്റെ ഈ കുസൃതി കുണ്ടുവിൻ്റെ കാര്യം. പക്ഷെ ഞങ്ങൾ കാണുന്നൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഇവൻ കാലിൻ്റെ താഴെ വന്ന് വലിയ സൈലൻ്റായിട്ട് കിടക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴാണ് വീടൊരു യുദ്ധക്കളമാകുന്നത്. എന്തെല്ലാം കാണുന്നു നിങ്ങൾ നോക്കിയത്. എവിടെ നിന്നെല്ലാം ഇതെല്ലാം അവൻ കടിച്ചുകൊണ്ടിട്ട് വീട് തൂക്കുമ്പോൾ ഇതൊക്കെയാണ്. കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ പോലും ഇത്രത്തോളം ചവറ് കാണില്ല. പക്ഷേ എൻ്റെ ഗുണ്ടുള്ള ഈ വീട്ടിൽ ഇതെല്ലാം കാണും. വിറക് കഷ്ണമായാലും ഒരു കവറായാലും എന്തും അവൻ കൊണ്ടുവന്ന് ഇതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയായിട്ട് കുറച്ച് നേരം കളിക്കണം. ഏത് ചേച്ചിയെ കിട്ടുമോ അത് മതി അവന്. കുഞ്ഞുനെ അവനെ കടിക്കാൻ കിട്ടാത്ത അവൻ കടിക്കാൻ കറക്റ്റ് ആയിട്ടിരിക്കുന്നു. അത് ബാക്കിൽ തന്നെ കിട്ടുന്നു കുഞ്ഞുന്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? അതുകൊണ്ടല്ലേ. ചേട്ടാ ഞാനും കൂടി വരുന്നുണ്ട്. ചെരുപ്പെടുത്തിടാൻ പോയോണ്ട് വണ്ടി പോയി ഇന്ന് അച്ഛൻ ഉള്ളതുകൊണ്ട് ഞാനല്ല വാലെടുക്കാൻ പോണത്. നിന്നെ കൊണ്ടുപോകില്ലടാ. കറക്റ്റ് ഒന്ന് ഇരുന്നോട്ടെ. ഓക്കെ. അവനെ എങ്ങനെ കുലുക്കിയാലും അവൻ വീഴൂല. ഞായറാഴ്ച ദിവസങ്ങളിൽ ചേട്ടൻ പാലെടുത്ത് തരും വീട്ടിൽ ഉണ്ടെങ്കിൽ. അപ്പം അവനെ കൊണ്ടുപോകില്ലെന്ന് അവനറിയാം. കുറച്ച് പേര് ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞു മക്കളെ ഇറങ്ങടാ, അച്ഛൻ കൊണ്ടുപോകത്തില്ല എന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം. പിന്നെ വേറൊന്നുമല്ല, ഇന്നൊരു ഞായറാഴ്ച ഒരു 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇടാത്ത വീഡിയോയും കൂടി അങ്ങ് ഇടാം. എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഗുണ്ടൂസിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും നല്ലൊരു ക്രിസ്മസിനെ നേരുന്നു. ഓക്കെ ഗായ്സ്, ബൈ ബൈ.